ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്ന് നമ്മളൊരു സൂപ്പ് ഉണ്ടാക്കിയാലോ? അത് നമ്മൾ റെസ്റ്റോറൻറ്റ്സിലൊക്കെ പോയിട്ട് കഴിക്കുന്ന ചിക്കൻ കോൺ സൂപ്പ് ഉണ്ടല്ലോ, അത് ഉണ്ടാക്കി നോക്കാം. അപ്പൊ റെസ്റ്റോറൻറ്റ്സിലൊക്കെ പോയിട്ട് കഴിക്കുമ്പോൾ അതിൽ ചിക്കനും കോണും ഒന്നും അത്രക്ക് പേരിനേ കാണുള്ളൂ. അപ്പൊ നമുക്ക് വീട്ടിൽ നല്ല റിച്ച് ആയിട്ട് തന്നെ അത് നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കണം എങ്ങനെ നോക്കാം. അപ്പൊ ഇത് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ആദ്യം വിചാരിക്കുമ്പം തന്നെ ഉണ്ടാക്കണം എന്ന് വിചാരിച്ച് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ആദ്യം ഒരു 2 പച്ചമുളക് എടുക്കുക. 2-3 പച്ചമുളക് എടുത്തിട്ട് അതിൽ കുറച്ച് ഉപ്പും പിന്നെ കുറച്ച് വിനാഗിരിയും കൂടെ ഒക്കെ ചേർത്ത് അവിടെ ആദ്യമേ ഇട്ട് വെക്കുക. ഒരു 2 മണിക്കൂർ മുമ്പേ തന്നെ നമ്മൾ സൂപ്പ് ഉണ്ടാക്കാൻ ഒന്ന് ആലോചിക്കുമ്പം തന്നെ ഇതങ്ങ് ചെയ്ത് വെക്കുക. അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ സൂപ്പൊക്കെ റെഡി ആകുമ്പോഴത്തേക്ക് ഈ മുളകും വിനാഗിരിയും എല്ലാം കൂടെ പിടിച്ച് നല്ല മുളകിന്റെ കളറൊക്കെ മാറി നല്ല അടിപൊളിയായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമുക്കിത് മിക്സ് ചെയ്തിട്ട് അതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് സൂപ്പിന് ആവശ്യമായിട്ടുള്ള ചിക്കനും പിന്നെ ചിക്കൻ സ്റ്റോക്കും വേണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ചിക്കന്റെ ബ്രസ്റ്റ് പീസ് എടുത്തിട്ട് ആ ബ്രസ്റ്റിന്റെ മാംസഭാഗം ഫുള്ള് കട്ട് ചെയ്തിട്ട് ഞാനത് മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് വേറെ എന്തെങ്കിലും ആവശ്യത്തിന് എടുക്കാമല്ലോ. ഇതിന് മെയിനായിട്ട് നമുക്ക് ഒരു എല്ല് ഭാഗമാണല്ലോ കൂടുതലും ഈ ചിക്കൻ സ്റ്റോക്കിന് തിളപ്പിക്കേണ്ടത്. അപ്പൊ ഞാൻ ചിക്കനിലേക്ക് ഏകദേശം 1 ലിറ്ററിന്റെ മേലെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഒരു നേരിയ ഉപ്പ് വരുന്ന രീതിയിലുള്ള അളവ് മാത്രം ഇപ്പൊ ഇട്ടാൽ മതി. പിന്നെ നമുക്ക് പോകെ പോകെ ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പൊ ഏകദേശം ഒരു 1-1.25 ലിറ്ററോളം വെള്ളം ഉണ്ട്. 1 ലിറ്ററും കുറച്ചും കൂടെ വെച്ചിട്ടുണ്ട് വെള്ളം. കാരണം ഒരു 10-20 മിനിറ്റോളം നല്ലോണം അത് തിളയ്ക്കാനുള്ളതാണല്ലോ. അപ്പൊ ഇത് തിളച്ച് കഴിയുമ്പോൾ എന്താന്ന് വെച്ചാൽ നമുക്ക് ചിക്കന്റെ സ്റ്റോക്കും കിട്ടും. പിന്നെ അതിലുള്ള ചിക്കന്റെ സ്റ്റോക്ക് നമ്മൾ ഇങ്ങനെ ചിക്കൻ കോരി എടുത്തു കഴിഞ്ഞാൽ ചിക്കൻ സ്റ്റോക്കുമായി നമുക്ക് പിന്നെ ആ എല്ല് ഇരിക്കുന്ന ചിക്കൻ കുറെ ഉണ്ടല്ലോ, ആ ചിക്കൻ തന്നെ മതിയാവും നമുക്ക് സൂപ്പിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് എടുക്കാനോ. അപ്പൊ ഇത് ഒന്ന് നല്ലോണം തിളച്ചോട്ടെ, നമുക്കൊന്ന് മൂടി വെക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് ഒരു 2 ടീസ്പൂൺ ഫുള്ളായിട്ട് കോൺഫ്ലോർ എടുക്കുക. കോൺഫ്ലോർ എടുത്തിട്ട് അത് കുറച്ച് വെള്ളത്തിൽ ഒന്ന് മിക്സ് ആക്കിയിട്ട് കലക്കി റെഡിയാക്കിയിട്ട് വെക്കുക. അത് നമുക്ക് ലാസ്റ്റിലേക്ക് ഒഴിക്കാനുള്ളതാണ്. അപ്പൊ അതൊന്ന് ജസ്റ്റ് റെഡിയാക്കിയിട്ട് അവിടെ വെച്ചാൽ മതി. ഇപ്പൊ നമ്മളെ ചിക്കന് ഏകദേശം ഒരു 10-20 മിനിറ്റ് ആയിട്ടുണ്ട്. 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഏകദേശം ഈ ഒരു പരുവത്തിലുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കന് ഈ വെള്ളത്തിൽ നിന്ന് എടുത്ത് മാറ്റാം. ചിക്കൻ മുഴുവനായിട്ട് മാറ്റിയ ശേഷം നമുക്ക് ആ വെള്ളം ഒന്ന് നല്ല ഒരു അരിപ്പ വെച്ചിട്ട് അരിച്ചെടുക്കാം. അപ്പൊ അതായത് ആ പൊടികളൊക്കെ ചിക്കൻ്റെ വേവുമ്പോൾ ഉണ്ടായിട്ടുള്ള ആ പൊടികളെല്ലാം നമുക്ക് അരിച്ച് മാറ്റിയിട്ട് നല്ല വെള്ളം മാത്രമായിട്ട് എടുക്കണം. എന്നിട്ട് അത് വീണ്ടും തിരിച്ചും ആ പാത്രത്തിലേക്ക് തന്നെ ഒഴിച്ചാൽ മതി. സെയിം പാത്രം തന്നെ മതി. അപ്പൊ ഇനി അതൊന്ന് തിളയ്ക്കുമ്പോഴത്തേക്ക് അതൊന്ന് ചൂടാകുമ്പോഴത്തേക്ക് നമുക്കൊരു 2 ടീസ്പൂൺ സ്വീറ്റ് കോൺ ഇങ്ങനെ ടിന്നിൽ വാങ്ങിക്കാൻ കിട്ടുമല്ലോ, അത് ഒരു 2 എണ്ണം ഒന്ന് മിക്സിയിൽ ക്രഷ് ചെയ്തിട്ട് എടുത്തു വെക്കാം. അത്യാവശ്യം നല്ല രീതിയിൽ ക്രഷ് ചെയ്തിട്ട് എടുത്തു വെക്കാം, 2 ടീസ്പൂൺ മാത്രം. പിന്നെ നമുക്ക് ഈ ചിക്കൻ ഉണ്ടല്ലോ വേവിച്ച ആ ചിക്കനിന് നമുക്ക് അയിലിൽ നിന്ന് നമുക്ക് സൂപ്പിലേക്ക് ഇടാൻ ആവശ്യമായിട്ടുള്ള ചിക്കൻ എല്ലാം അങ്ങനെ അതിൽ നിന്ന് മാറ്റിയെടുക്കാം. എന്നിട്ട് എല്ലാം ഒഴിവാക്കിയിട്ട് നമുക്ക് ആ ചിക്കൻ പീസ് മാത്രം റെഡിയാക്കിയിട്ട് വെക്കാം. ആ ഇത് നമ്മൾ അരിച്ചു വെച്ചിട്ടുള്ള വെള്ളം ഉണ്ടല്ലോ അതിലേക്ക് ആ ചിക്കൻ പീസുകൾ ഇട്ട് കൊടുക്കാം. ഇപ്പൊ അത്യാവശ്യം നല്ലോണം ചിക്കൻ ഉണ്ട്. ഇപ്പൊ ഇതിൽ കുറവായാലും മതി, ഞാൻ ഏതായാലും ഉള്ളത് കൊണ്ട് അങ്ങനെ ഇടാന്നേ ഉള്ളൂ. അപ്പൊ നമുക്ക് നല്ല റിച്ച് ആയിട്ട് കിട്ടുകയും ചെയ്യും. അത്യാവശ്യം നല്ല ചിക്കൻ ഉണ്ടാവും. സൂപ്പ് കഴിക്കുമ്പം അത്യാവശ്യം നല്ലോണം ചിക്കനും ഇതൊക്കെ കടിക്കാൻ വേണ്ടിയിട്ടുണ്ടാവും. അപ്പം നമ്മൾ ഇതും കൂടെ ചേർത്തു. ആ ക്രഷ് ചെയ്ത് വെച്ച കോണും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ആ ചിക്കനും കോണും ഒന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെക്കുമ്പോഴത്തേക്ക് നമുക്ക് ഒരു എഗ് വൈറ്റ് റെഡിയാക്കിയിട്ട് വെക്കാം. ഒരു മുട്ട പൊട്ടിച്ചിട്ട് അതിൻ്റെ യെല്ലോ മാറ്റിയിട്ട് വൈറ്റ് മാത്രം റെഡിയാക്കി വെക്കാം. ഇനിയിപ്പോൾ തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ക്രഷ് ചെയ്യാത്ത കോണ് ഒരു 2 ടീസ്പൂണും കൂടെ ഇടാം. അപ്പോൾ അതാകുമ്പോൾ അങ്ങനെ നമ്മൾ കഴിക്കുമ്പോൾ നമുക്കൊരു ബൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ ഈ ഒരു കോണ് മതിയാവും. പിന്നെ ആദ്യം നമ്മളൊന്ന് ക്രഷ് ചെയ്ത് ചേർത്തത് എന്താണെന്ന് വെച്ചാൽ അപ്പം നല്ലൊരു ഫ്ലേവർ, നല്ലോണം അതിൻ്റെ ടേസ്റ്റ് ഈ സൂപ്പിലേക്ക് ഇറങ്ങിക്കോളും. ഇപ്പം ഞാനൊരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ തിളപ്പിക്കുക. ഈ സമയത്ത് തന്നെ നമുക്ക് ഉപ്പും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ കോൺഫ്ലോർ കലക്കി വെച്ചതിലേക്ക് ഒരു തിരിയും കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയും കുറച്ചും കൂടെ വെള്ളം ചേർക്കേണ്ടി വരും. ഇതിന്റെ തിക്നെസ് നോക്കിയിട്ട് അതിൽ ആ കപ്പിൽ തന്നെ കുറച്ചും കൂടെ വെള്ളം ഇവിടെ റെഡിയാക്കി വെച്ചാൽ മതി. അപ്പം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം, വല്ലാതെ ലൂസായി പോവരുത്. കാരണം നമ്മൾ പിന്നെ അതിന്റെ ബാക്കി കഴിക്കുമ്പോഴൊക്കെ ആ സോസും കാര്യങ്ങളും വിനാഗിരി സുർക്കയും എല്ലാം ചേർത്ത് കഴിക്കുമ്പോൾ അതിങ്ങനെ ഒന്ന് ലൂസാവും. അപ്പൊ നമ്മൾ ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വെക്കണം.
പിന്നെ ഇനി ഇത്തിരിയും കൂടെ തണുത്ത് കഴിയുമ്പോൾ ഇത്തിരിയും കൂടെ ഉറക്കുമെങ്കിലും ഈ ഒരു പാകത്തിൽ നല്ലതാണ്. നമ്മൾ ചൂടോടാണല്ലോ സൂപ്പ് കഴിക്കാൻ പോകുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ആ എഗ് വൈറ്റ് കുറേശ്ശായിട്ട് ചേർത്ത് കൊടുക്കാം. നമ്മളവിടെ എഗ് വൈറ്റ് പൊട്ടിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അതിങ്ങനെ കുറേശ്ശെ അതിപ്പോൾ ഈ കോൺഫ്ലോർ ചേർക്കുന്ന മുമ്പേയും ചേർക്കാം ഈ എഗ്ഗ്. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുറേ നേരം ഇങ്ങനെ ഇരുന്ന ഇതിൽ കുക്കാവുമല്ലോ. അപ്പം ഞാൻ ഇങ്ങനെയാണ് ചേർക്കുന്നത്. ഈ കോൺഫ്ലോർ ചേർത്ത് കഴിഞ്ഞ ശേഷമാണ് ചേർക്കുന്നത്. അപ്പം പിന്നെ കൂടുതലൊന്നും ഇളക്കാതെ ഇങ്ങനെ മെല്ലെ ആ ചൂടിൽ ഇങ്ങനെ ഇരുന്നിട്ട് നമുക്ക് ലാസ്റ്റ് ഒന്ന് ഇങ്ങനെ മൂടി വെച്ചിരുന്നാൽ മതി. അപ്പോൾ ഈ ലാസ്റ്റ് ചേർക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എഗ് വൈറ്റ് നല്ല എഗ്ഗിൻ്റെ ആ ഒരു ഇത് തോന്നുകയില്ല, നല്ല ഭയങ്കര ഒരു സോഫ്റ്റ് ആയിട്ട് നമ്മുടെ ഇളനീർ പോലെ ഇങ്ങനെ ഇരിക്കും. ആ ഒരു ഇതിലാവുമ്പോൾ നല്ല രസമാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ കണ്ട നല്ല റിച്ച് ആയിട്ട് നല്ല അത്യാവശ്യം നല്ല ചിക്കനും ഉണ്ട്, സ്വീറ്റ് കോണും അത്യാവശ്യം നമുക്ക് കടിക്കാൻ വേണ്ടിയിട്ട് കിട്ടും. ഹോട്ടൽസിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പം ഇതൊക്കെ പേരിനേ കാണുള്ളൂ. കൂടുതലും ഈ കോൺഫ്ലോറിൻ്റെ ആ ഒരു ഇതായിരിക്കും ഉണ്ടാവുന്നത്. ആ ഒരു എന്താ പറയുക, ആ ഒരു സൂപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ സാധനങ്ങളൊന്നും അധികം കാണൂല. ഇപ്പം നമുക്ക് വീട്ടിലുണ്ടാക്കുമ്പോൾ നമുക്ക് നല്ല എല്ലാ സാധനങ്ങളും അത്യാവശ്യം ചേർത്തിട്ട് തന്നെ ഉണ്ടാക്കാമല്ലോ. അപ്പം മൂടി വെച്ച് കഴിഞ്ഞപ്പം കണ്ടോ, ഇപ്പം കണ്ടോ ആ എഗ് വൈറ്റൊക്കെ നല്ല ഒരു നേരിയ ഒരു ഇതായിട്ട് വന്നിട്ടുള്ളത്. അപ്പം അതും കൂടി തിളച്ചപ്പം ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് വന്നത് ഇത്. അപ്പം നമ്മുടെ സൂപ്പ് ഏകദേശം റെഡിയായി. ഇനി ഈ സമയത്ത് നമുക്ക് കുറച്ച് സ്പ്രിംഗ് ഒനിയൻ കൂടെ അരിഞ്ഞെടുത്തത് ചേർക്കാം, ഒരു ഇത്തിരി മതി ഫ്ലേവറിന്. അപ്പം ഞാനത് മുഴുവനായിട്ട് ഇതിലേക്ക് ഇടുന്നില്ല. ഞാനത് മുഴുവൻ അതിലും അതിൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടമില്ലെങ്കിൽ വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഈ നമ്മൾ സെർവ് ചെയ്യുന്ന ബൗളിലേക്ക് ഓരോരുത്തർക്കും ഉള്ളതിൽ എടുത്തതിന് ശേഷം അതിൻ്റെ മേളിൽ കുറച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്യുന്ന പോലെ ഇടാണ്. അപ്പം പിന്നെ ആ ചൂടിലിരുന്ന് അതങ്ങ് വെന്തോളും, ആ ലീഫിൻ്റെ ഫ്ലേവർ ഇറങ്ങിക്കോളും സ്പ്രിംഗ് ഒനിയൻ്റെ. ഇനിയിപ്പോൾ നമ്മൾ പച്ചമുളക് നേരത്തെ ഇട്ട് വെച്ചത് ഇപ്പം നല്ലോണം വിനാഗിരി പിടിച്ച് അതിൻ്റെ കളറൊക്കെ മാറി വിനാഗിരിയിലോട്ട് ആ പച്ചമുളകിൻ്റെ എരിവൊക്കെ ഇറങ്ങി ഉപ്പും എരിവും എല്ലാം ഇറങ്ങി നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇനി കുറച്ച് കുരുമുളക് പൊടിയും എടുത്തിട്ടുണ്ട്, ആ കുരുമുളക് പൊടി ഇടുവാണ്. പിന്നെ സൂപ്പിൽ ഓൾറെഡി ഉപ്പുണ്ട്, പിന്നെ നമുക്ക് ഉപ്പ് ഞാൻ ജസ്റ്റ് വെച്ചതാണ്, ആവശ്യത്തിന് എടുക്കാം. ഇനി നമുക്ക് സോയാ സോസ് ഓപ്ഷണലാണ്. ഇഷ്ടമുള്ളവർക്ക് അല്ലെങ്കിൽ വീട്ടിലുള്ളവർക്ക് അതെടുക്കാം, അല്ലെങ്കിൽ വേണ്ട, കുറച്ച് ഒഴിച്ചാലും നല്ലതാണ്. അതിലൊക്കെ ഉപ്പിൻ്റെ ഫ്ലേവർ ഉള്ളതുകൊണ്ട് പിന്നെ നമ്മൾ ഈ വിനാഗിരിയും ഒഴിക്കുമ്പോൾ വിനാഗിരിയിലും ഉപ്പുണ്ടല്ലോ, അപ്പം പിന്നെ എക്സ്ട്രാ ഉപ്പിൻ്റെ ആവശ്യം ഇനി ഉണ്ടാവില്ല. എന്നാലും വേണ്ടവർക്ക് വേണമെങ്കിൽ ചേർക്കാം, അത്രേ ഉള്ളൂ. മെയിനായിട്ട് ഇതിൻ്റെ ഫ്ലേവർ കുരുമുളക് പൊടിയും വിനാഗിരിയുമാണ്. അതെന്തായാലും മസ്റ്റാണ്, അത് ചേർക്കണം. പിന്നെ സോയാ സോസ് ഓപ്ഷനിലാണ്, ഉണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ വേണ്ട. സ്പ്രിംഗ് ഒനിയനും അതുപോലെ തന്നെ ഉണ്ടെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ വേണ്ട, സ്കിപ്പ് ചെയ്താലും ഇതിൻ്റെ ടേസ്റ്റിനെ ബാധിക്കില്ല. ഇത് നമ്മൾ വീട്ടിൽ തന്നെ ആകുമ്പോൾ ആർട്ടിഫിഷ്യലായിട്ട് വേറെ ടേസ്റ്റ് മേക്കറൊന്നും ചേർക്കുന്നില്ല, നല്ല ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പം എല്ലാവരും ഇത് ഒന്ന് ഉണ്ടാക്കി നോക്കുക, കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം ഒന്ന് കമൻറ്റിൽ അറിയിക്കണം. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ആവശ്യമുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. താങ്ക് യു.